ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി LGS 10th പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസ് എക്സാം ആയിരുന്നല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കട്ട് ഓഫ് പ്രഡിക്ഷൻ വീഡിയോ ഒന്നും അല്ല. ഈ വീഡിയോയിൽ നമ്മൾ 10th പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസിലെ ആൻസർ കീ ഡിസ്കസ് ചെയ്യും. അതിനു മുന്നേ നിങ്ങളടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് മുന്നേ നിങ്ങൾ ആൻസർ കീയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോ ഒരു സർവേ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുക. ആൻസർ കീ കംപ്ലീറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. പരീക്ഷ എഴുതിയവർ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് കൊടുക്കുക കേട്ടോ. കാര്യം ഒരു സർവേ അല്ലെങ്കിൽ ഒരു പോൾ നമ്മുടെ ചാനൽ നടത്തിയതുകൊണ്ട് മാത്രം നമുക്കൊരു എക്സാക്റ്റ് കട്ട് ഓഫ് അല്ലെങ്കിൽ ഏകദേശം ഒരു ഐഡിയയുടെ കട്ട് ഓഫിൻ്റെ ഒരു ഐഡിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് പരീക്ഷ എഴുതിയ എല്ലാവരും എന്ത് ചെയ്യുക, സത്യസന്ധമായിട്ട് നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നെഗറ്റീവ് മാർക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് എക്സാക്റ്റ് മാർക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയുക. അപ്പോൾ എൻ്റെ ബാക്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി LGSന്റെ ഫസ്റ്റ് ഫേസിന്റെ ആ ഒരു മാർക്ക് റേഞ്ചിന്റെ കാര്യമാണ് പറയുന്നത്. ഇത് ഓൾറെഡി ഞാൻ ഒരിക്കൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 70 മുതൽ 80 മാർക്കും 80നും മേലോട്ടുമാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ളത്. ഏകദേശം 15,000 പേരോളം വോട്ട് ചെയ്തിട്ടുള്ള ഒരു പോളാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മുടെ യൂണിവേഴ്സിറ്റി LGSന്റെ സെക്കൻഡ് ഫേസിന്റെ ഒരു പോൾ കൂടി നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, വ്യക്തമായി നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് കാണുക. അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ കീ എന്ന് മാർക്ക് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് എക്സാക്ട്ലി എത്രയാണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ അല്ലെങ്കിൽ ഇന്ന് പരീക്ഷ എഴുതിയ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മാക്സിമം ഈ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങളുടെ 10th പ്രിലിംസ് ഗ്രൂപ്പുകളിലേക്കും കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ആൻസർ കീയിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ ഏതെന്നാണ് ചോദ്യം. ഏതാണ് 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ? അത് അടിയാള പ്രേതമാണ് അല്ലെ. PF മാത്യൂസിന്റെ അടിയാള പ്രേതമാണ് 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ. അടുത്ത ചോദ്യം, കുടുംബശ്രീ ഉൽപ്പന്നമായിട്ടുള്ള അമൃതം എന്താണ്? കുടുംബശ്രീ ഉൽപ്പന്നമായിട്ടുള്ള അമൃതം ന്യൂട്രി മിക്സിന് 2022 ലഭിച്ച അവാർഡ് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഗ്ലെൻ മാർക്ക് ന്യൂട്രീഷൻ അവാർഡാണ്. ഗ്ലെൻ മാർക്ക് ന്യൂട്രീഷൻ അവാർഡാണ്. അടുത്ത ചോദ്യമാണ്, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും 2022 വിക്ഷേപിച്ച PSLV C-52 റോക്കറ്റിനെ ഭ്രമണപഥത്തിൽ എത്തിച്ച 3 ഉപഗ്രഹങ്ങളിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. EOS 04 ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊച്ചി മുസരിസ് ബിനാലെ നടന്ന വർഷം 2012 ആണ്. രണ്ടാം പിണറായി സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ചോദിച്ചാൽ നമുക്കറിയാം സജി ചെറിയാനാണ് അല്ലെ. സജി ചെറിയാനാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി. പുള്ളിക്കാരൻ തന്നെയാണ് ഫിഷറീസിന്റെയും മന്ത്രിയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിക്ടേഴ്സ് ചാനൽ വഴി ഓൺലൈൻ എഡ്യൂക്കേഷൻ നടത്തിയ പ്രോഗ്രാമിന്റെ പേരെന്താണ്? ഫസ്റ്റ് ബെൽ എന്നാണ്, നമുക്കറിയാവുന്നത് തന്നെയാണ്. 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന മൂവിക്കാണ്. കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് പദ്ധതി? അതിന്റെ പേരാണ് സമന്വയ പദ്ധതി. സമന്വയ പദ്ധതി 2022 IPL മെഗാ താരലേലത്തില് മലയാളിയായിട്ടുള്ള ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം നമുക്കറിയാം അത് മുംബൈ ഇന്ത്യൻസ് ആണ് അല്ലെ. മുംബൈ ഇന്ത്യൻസ് ആണ് ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയത്. മുംബൈ ഇന്ത്യൻസ് ആണ്. കൂടാതെ നമ്മുടെ കൊച്ചി മാംഗ്ലൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ ഉദ്ഘാടനം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അല്ലെ. അത് വാർത്തയൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് നമ്മുടെ വയനാടിലാണ് അല്ലെ. വയനാടിലാണ് ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന വയനാടിലാണ്. ദേശീയ ജലപാത 2മായി ബന്ധിപ്പിച്ച് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായതാണ്. അപ്പോൾ 2മായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ശരിയായ പ്രസ്താവനകൾ ചോദിച്ചാൽ ഇതിൽ സാദിയ മുതൽ ധൂബ്രി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നതും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു എന്ന് പറയുന്ന പോയിന്റുമാണ് ശരിയായിട്ട് വരുന്നത്. 2ഉം 4ഉമാണ് ഇതിന്റെ ശരി ഉത്തരം കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ഫുഡ് ലൂസ് അല്ലെ. ഫുഡ് ലൂസ് എന്ന് പറയുന്ന വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഫുഡ് ലൂസ് ഈ പറയുന്നവയിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 2ഉം 4ഉമാണ്. 2ഉം 4ഉം എന്ന് പറയുമ്പോഴത്തേക്കും വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല. അതുപോലെ തന്നെ
എന്താണ് പരിസ്ഥിതി സൗഹാർദ്ദ വ്യവസായമാണ് എന്നീ പറയുന്ന 2 പോയിന്റുകളാണ് ഫുഡ് ലൂസ് വ്യവസായവുമായി ബന്ധപ്പെടുത്തിയിട്ട് ശരിയായത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മറ്റൊരു ചോദ്യം വന്നിട്ടുണ്ട്. EOS 04 ഉപഗ്രഹത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന. ഇതേ സെയിം ക്വസ്റ്റ്യൻ ഇവിടെ മുകളിൽ കിടപ്പുണ്ട്. ആ ചോദ്യം നിങ്ങളൊന്ന് ഒന്നും കൂടി ആ ചോദ്യം ഒന്ന് മറച്ചു നോക്കിയാൽ അതിന്റെ ഉത്തരം കിട്ടും അല്ലേ. ഇവിടെ നോക്കിയേ 2022 വിക്ഷേപിച്ചാന്ന് ആ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇതേ സെയിം സാധനം തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു സ്റ്റേറ്റ്മെന്റിൽ 2021 ഫെബ്രുവരി 14 വിക്ഷേപിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതല്ലേ തെറ്റായിട്ട് വരുന്നത്. തെറ്റായ പ്രസ്താവന ചോദിച്ചാൽ ഓപ്ഷൻ എ തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അതുപോലെ തന്നെ എന്താണ് ഊർജ്ജയാനം പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ അത് പീലിക്കോടാണ് അല്ലെ. പീലിക്കോട് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നാഗ്പൂർ പ്ലാനുമായി ബന്ധിപ്പിച്ച ശരിയായ പ്രസ്താവനകൾ ഏതാണ്? നാഗ്പൂർ പ്ലാനുമായിട്ട് ബന്ധിപ്പിച്ച ശരിയായ പ്രസ്താവനകൾ ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഒന്നാമത്തേതും അതുപോലെ തന്നെ രണ്ടാമത്തേതുമാണ് കേട്ടോ. ഒന്നാമത്തേതും രണ്ടാമത്തേതുമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം ചോദിച്ചാൽ നമുക്ക് കൊല്ലവും തിരുവനന്തപുരവും എഴുതാനുള്ള ഒരു ടെൻഡൻസി തോന്നും. പക്ഷെ അങ്ങനെ എഴുതിയവർക്ക് നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ ഓപ്ഷൻ ഡി ആണ് വരിക. ഏതാണ്? അംബാല അമൃത്സർ ആണ് ഇതിന്റെ ഉത്തരം കേട്ടോ. അംബാല അമൃത്സർ ആണ്. അടുത്ത ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയായിട്ടുള്ള ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ നമുക്കിതിൽ സിക്കിം വരുന്നുണ്ട് എന്നുള്ള പോയിന്റ് നമുക്കറിയാം. പക്ഷേ സിക്കിമും ഏത് സംസ്ഥാനവുമായിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാവും. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് സിക്കിമും പശ്ചിമ ബംഗാളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ടീസ്റ്റ ഒഴുകുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ചോദിച്ചാൽ നമുക്കറിയാം ഈ പറയുന്നവയിൽ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ ഇന്ത്യയുടെ ഒരു സൈഡിൽ ഇതിനകത്ത് ഗുജറാത്ത് വരുന്നുണ്ട്, മറ്റേ സൈഡിൽ പശ്ചിമ ബംഗാൾ വരുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കൂടിയാണ് മധ്യപ്രദേശ് പോകുന്നത്. മണിപ്പൂർ അങ്ങ് നോർത്തിലാണ് കിടക്കുന്നത്. അങ്ങനെ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ പോലും ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം കിട്ടും. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. മണിപ്പൂരാണ്. അതുപോലെ തന്നെ താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പറയുന്നവയിൽ രണ്ടാമത്തേത് ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന പോയിന്റ് തെറ്റാണ്. അതുപോലെ തന്നെ മൂന്നാമത്തേത് ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിവിധ മൗലിക അവകാശങ്ങളുണ്ട് എന്ന് പറയുന്ന പോയിന്റും തെറ്റാണ് അല്ലേ. അപ്പൊ ഈ രണ്ടുമാണ് ഇതിൽ ബന്ധമില്ലാത്തത്. 2ഉം 3ഉമാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. 22ാമത്തെ ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇപ്പൊ നിലവിൽ ആള് മാറിയിട്ടുണ്ട്. ഈ ചോദ്യം മിക്കവാറും ക്യാൻസൽ ആവാനുള്ള സാധ്യതയാണ്. എന്നാലും ഇങ്ങനെ ഒരു ചോദ്യം നിലവിൽ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ് അല്ലെ. നിലവിൽ പുള്ളിക്കാരൻ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം സച്ചിദാനന്ദ സിൻഹയാണ്. സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് ചോദിച്ചാൽ ഇതിൽ ഓപ്ഷൻ സി ആണ് ബന്ധമില്ലാത്തത് അല്ലേ. ഇതിലെ കുങ്കുമം, പച്ച, വെള്ള നിറങ്ങളുണ്ട്. 3:2 അനുപാതം കറക്റ്റ് ആണ്. പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തു, അതും ശരിയാണ്. ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോഴാണ്? നമുക്കറിയാം 1950 ജനുവരി 24 ദേശീയ ഗാനം അംഗീകരിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് 42ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. ദേശീയ ഗാനവും ഗീതവും തമ്മിൽ തിരിച്ചറിയാത്തവർക്ക് ഈ ചോദ്യം തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ് ദേശീയ ഗീതത്തിന്റെ രചയിതാവ് വരിക? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം നമുക്കറിയാം ആനയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ചോദിച്ചാൽ അത് മൂലമറ്റമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം കേരളമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം നമുക്കറിയാം പാലക്കാട് ചുരമാണ്. കേരളത്തിലെ വ്യാവസായിക തലസ്ഥാനം സിമ്പിൾ ആണ് എറണാകുളമാണ്. കേരളത്തിലെ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകമാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയായിട്ടുള്ള ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ അത് കാവേരി നദിയുടേതാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടിലാണ്. കേരളത്തിലെ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 13 കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി, വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് റിപ്പീറ്റേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉത്തരം സജി ചെറിയാനാണ് അല്ലെ. ചൊറിയുന്ന മീന്. അതുപോലെ തന്നെ താഴെ പറയുന്നവയിൽ ഏത് ജില്ലയാണ് വേമ്പനാട്ട് കായലിൽ വ്യാപിച്ച് കിടക്കാത്തതെന്നാണ് ചോദ്യം. കിടക്കുന്നത് എഴുതി വെച്ചവരുണ്ട്, അതാണ് ഇതിലെ കോമഡി. കാര്യം ഈ ചോദ്യം കിടക്കുമ്പോഴത്തേക്കും വേമ്പനാട് കായൽ ഉടനെ തന്നെ നമുക്ക് എഴുതാൻ തോന്നും, വേറെ പലതും എഴുതാൻ തോന്നും. പക്ഷെ ഇതിനകത്ത് ചോദ്യം വായിച്ച് ശ്രദ്ധിക്കേണ്ടത് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കാത്ത ചോദിച്ചാൽ അത് നമുക്കറിയാം അത് കൊല്ലത്താണ് അല്ലേ. ബാക്കി പറയുന്ന ആലപ്പുഴയിലും എറണാകുളത്തിലും കോട്ടയത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? വേമ്പനാട് കായൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. പക്ഷെ കിടക്കാത്തത് കൊല്ലത്തിലാണ്. അതുപോലെ ഗാന്ധിജി ആദ്യമായിട്ട്, ഇത് നമുക്ക് തെറ്റിക്കാനുള്ള ചാൻസ് ഉള്ളതാണ്, ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം. ഈ നിരാഹാരം എന്ന് പറയുന്ന വാക്ക് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചമ്പാരൻ എഴുതും.
എന്തും നെഗറ്റീവ് വാങ്ങിക്കും. പക്ഷെ നിരാഹാര സമരം എന്ന് കാണുന്നവരത് അഹമ്മദാബാദ് മിൽ സമരം എന്ന് എഴുതി ശരി ഉത്തരമാക്കും. എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാനായി സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി VP മേനോനാണ്. 46-ലെ നാവിക കലാപം ആരംഭിച്ച സ്ഥലം ബോംബെ ആണ്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം നമുക്കറിയാം 1931-നാണ്. 57-ലെ വിപ്ലവം കാൺപൂരിൽ നയിച്ചത് ആരാണ്? കാൺപൂരിൽ നയിച്ചത് നാനാ സാഹിബാണ് അല്ലെ. നാനാ സാഹിബാണ് വിപ്ലവം കാൺപൂരിൽ നയിച്ചത് ആരാണ്? നാനാ സാഹിബാണെന്നുള്ള കാര്യം നമുക്കറിയാം. അടുത്ത നമ്മൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാനായി നിയമിച്ച കമ്മീഷൻ ചോദിച്ചാൽ ഹണ്ടർ കമ്മീഷൻ ആണ്. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പറയുന്നത് ലാഹോർ സമ്മേളനത്തിലാണ്. വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ആദ്യം തിരഞ്ഞെടുത്ത വ്യക്തി നമുക്കറിയാം വിനോബ ഭാവെ, ആചാര്യ വിനോബ ഭാവെയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ സിമ്പിൾ ആണ്, ഫസൽ അലി കമ്മീഷൻ ആണ്. കുണ്ടറ വിളംബരം വർഷം അറിയാം 1909. കല്ലുമല സമരം അയ്യങ്കാളി. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ്. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് മന്നത്ത് പത്മനാഭൻ. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം നമുക്കറിയാം ആലുവ സർവമത സമ്മേളനം. അരയ സമാജം ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പിയാണ്. അതുപോലെ കുമാര ഗുരുദേവൻ ആരംഭിച്ച എന്താണ്? PRDS അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. കീഴരിയൂർ ബോംബ് കേസ് KB എന്ന് പഠിച്ചു വെച്ചേക്കാം അല്ലെ. ആരാണ്? ഡോക്ടർ KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസ് KB മേനോനാണ്. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി നമുക്കറിയാം പ്രാചീന മലയാളമാണ്. വേട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 13 നക്ഷത്രങ്ങൾ ഉള്ള ഒരു നക്ഷത്ര സമൂഹമാണ് വേട്ടക്കാരൻ. സംഭവം ഒരു ഓറിയോൺ ആണ് അല്ലെ. ഓറിയോൺ 13 നക്ഷത്രമാണ് വേട്ടക്കാരനുള്ളത്. അതുപോലെ തന്നെ കരക്കാറ്റിനെയും കടൽക്കാറ്റിനെയും കാരണമായ താപ സംപ്രേക്ഷണം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സംവഹനമാണ്. സംവഹനമാണ്. 1ാം വർഗ ഉത്തോലകത്തിന്റെ ഉദാഹരണം കേട്ട് പഴവിച്ച ചോദ്യമാണ്, കത്രികയാണ്. പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണം എന്താണ്? പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണമായത് ഈ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ B ആണ്, അപവർത്തനമാണ് അല്ലെ. അപവർത്തനമാണ് ഓപ്ഷൻ B ആണ്. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് കമ്പനം എന്നാണ്. അറ്റോമിക സിദ്ധാന്തത്തിന്റെ പിതാവ് നമുക്കറിയാം ജോൺ ഡാൾട്ടൺ ആണ്. അതുപോലെ തന്നെ ഇരുമ്പിന്റെ അയിര് ഇപ്പറയുന്നവയിൽ ഹേമറ്റേറ്റ് ആണ്. ആൽക്കലി ലോഹമല്ലാത്തത് ചോദിച്ചാൽ ഇപ്പറയുന്നവയിൽ അലുമിനിയം ആണ്. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകാത്ത വാതകം ചോദിച്ചാൽ ഈ പറയുന്നവയിൽ കാർബൺ മോണോ ഓക്സൈഡ് ആണ് കേട്ടോ. കാർബൺ മോണോ ഓക്സൈഡ്. ഓക്കെ. ഹരിതഗ്രഹ പ്രവാഹത്തിന് കാരണമല്ലാത്തത്. കാരണമായത് ഏതാണ്? അപ്പോഴ് മീഥേൻ വരുന്നുണ്ട്, ഓസോൺ വരുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡും വരുന്നുണ്ട്. ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ലാത്തത് ഈ പറയുന്നവയിൽ ടെലൂറിയം ആണ്. ബാക്കി പറയുന്ന പ്രോട്ടിയം, ട്രിഷിയം, ഡ്യൂട്ടീരിയം ഒക്കെ എന്താണ്? ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ്. ചാവക്കാട് ഓറഞ്ച് എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? അത് തെങ്ങിന്റെ ഒരു സങ്കരയിനമാണ് അല്ലെ. തെങ്ങിന്റെ ഒരു ഇനമാണ് ചാവക്കാട് ഓറഞ്ച്. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി എന്നറിയപ്പെടുന്നത് നമുക്കറിയാം ഹരിത സസ്യങ്ങളാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളെയാണ് നമ്മൾ വിഘാടകർ എന്നറിയപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കാമെന്ന് ചോദിച്ചാൽ നെല്ലിനം ഏതാണ്? അന്നപൂർണയാണ്. ശാരീരിക നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകരമായിട്ടുള്ള പ്രധാന പോഷക ഘടകം ഇപ്പറയുന്നവയിൽ പ്രോട്ടീൻ ആണെന്നറിയാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി നമ്മൾ കേട്ടതാണ് കരളാണ്. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നത് കണയാണ്. മലമ്പനിക്ക് കാരണമായ രോഗമാണ് ചോദിച്ചാൽ പ്രോട്ടോസോവയാണ്. മാരകമായിട്ടുള്ള അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് നമുക്കറിയാം താലോലമാണെന്നറിയാം. അതുപോലെ തന്നെ പിന്നെ വരുന്ന മാത്സ് ആണ്. മാത്സിന്റെ ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു പോവാം. 81ാമത്തെ ഉത്തരം വരുന്ന ഓപ്ഷൻ C 54. 82ാമത്തതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ A 60 ആണ്. 83 ഓപ്ഷൻ D ആണ്. 84ാമത്തതിന്റെ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ A ആണ്, 25 ആണ്. 85ാമത്തതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ C ആണ്. 85 ഓപ്ഷൻ C ആണ്. 86ന്റെ ഉത്തരം വരുന്നത് ഏതാണ്? 86 ഓപ്ഷൻ A 8 ആണ്. 87ാമത്തതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ C ആണ്. 87 ഓപ്ഷൻ C ആണ് ഉത്തരം വരുന്നത്. 87 ഓപ്ഷൻ A ആണ്. 87 ഓപ്ഷൻ A ആണ് കേട്ടോ. 86ാമത്തതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ A ആണ്. 87 വരുന്നത് ഓപ്ഷൻ A ആണ് കേട്ടോ. C അല്ല, ഓപ്ഷൻ A ആണ്. അടുത്ത 88ാമത്തതിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ C ആണ്. 88 ഓപ്ഷൻ C ആണ്. അടുത്ത 89ാമത്തതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ D ആണ്. 89 ഓപ്ഷൻ D. 90ാമത്തെ ഉത്തരം വരുന്ന ഓപ്ഷൻ B 1 ആണ്. അടുത്ത 91ാമത്തെ ചോദ്യമാണ്. 91 ഓപ്ഷൻ C ആണ് വരുന്നത് 36. 92ാമത്തത് ഓപ്ഷൻ B ആണ് 120. 93ാമത്തതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ 93 ഏതാണ്? 93 ഓപ്ഷൻ A ആണ് 11 ആണ്. അതുപോലെ തന്നെ 94ാമത്തെ ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ B ആണ്.
1.35 കിലോഗ്രാം എന്ന് പറയുന്നതാണ്. 95-ാമത്തതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 10 ആണ്. 96-ൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 12 -12 ആണ്. 97-ൻ്റെ ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 97 ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരം വരുന്നത്. 97. 98 ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറയുന്നു. അപ്പോൾ ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറയുന്നതിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി 27 ആണ്. അടുത്ത 99-ാമത്തെ ചോദ്യം അടുത്ത പദം എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, 8 ആണ്. അടുത്ത 100-ാമത്തെ ചോദ്യം വരുന്നത് ലാഭനഷ്ടവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യത്തിൽ 11 ആണ് അതിൻ്റെ ശരി ഉത്തരം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് ഫേസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള 100 ചോദ്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മാർക്ക് എത്രയാണോ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ ചാനലിൽ ഒരു പോൾ ഉണ്ടാവും. ആ പോൾ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ മാർക്ക് മാത്രം നിങ്ങൾ പോൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മാർക്ക് അതുപോലെ തന്നെ പോളും കൂടി വച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് ഒക്കെ കഴിയുമ്പോൾ നമുക്കൊരു എക്സാക്ട് അനലൈസിസ് നടത്തണമെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള കോപ്പറേഷൻ ഉണ്ടാവണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് ഫേസ് ചെയ്ത കൂട്ടുകാരിലേക്കും നിങ്ങളുടെ PSC ഗ്രൂപ്പുകളിലേക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് എക്സാക്റ്റ് ആയിട്ട് ഒന്ന് ഫോളോ ചെയ്യാൻ കൂടി ഒന്ന് ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ട്, എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ Instagram ഉള്ളവർ Instagram കൂടി ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.